ഹലോ ഗൈസ്, അപ്പം നമ്മൾ നാട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കറങ്ങിറങ്ങിയാണ്. നമ്മളെ കൂടെ അനസ്, കുഞ്ഞാക്കും, ഹംസോക്കുണ്ട്, സഫീക്ക്. നമ്മളെ വണ്ടി സോണറ്റാണ്. നമ്മളിങ്ങനെ വെറുതെ പാലക്കാട് കൊല്ലംകോട് ഏരിയക്കാണ് ഇന്ന് പോണത്. അപ്പം കുഞ്ഞാനാക്കുവിന് നല്ല പട്ടന്മാരെ ചോറ് വേണം അത്രേ. അപ്പോൾ അത് കഴിക്കാനൊരു ആഗ്രഹം, പിന്നെ കൊല്ലംകോടത്തെ നാച്ചുറൽ സീനറികളൊക്കെ ഒന്ന് ആസ്വദിക്കാനെന്നുള്ളൊരു മെന്റാലിറ്റിയും കൂടെ ആയിട്ടാണ് പോണത്. അതിന്റെ ഇടയിൽ കട്ടാക്ക മുന്നിൽ ചാടി. കട്ടാക്ക അതിന്റെ ഇടയിൽ വന്നു. കട്ടാക്ക സീനാണ്, ഭയങ്കര സീനാണ്. പണ്ടത്തെ അതെ പഴയ കുലിക്കല്ലൂര് വിറപ്പിച്ചിരുന്നൊരു മുതലാണ് കട്ടാക്ക. അപ്പൊ അനസിന് വൈകിട്ട് ഹംസോക്കിന് ഒരുവിനെ മേടിക്കാനുള്ളതുകൊണ്ട് അനസ് 5 മണിക്ക് തന്നെ എത്ര എന്ന് പറയുന്നത്. എന്തായാലും നമ്മള് 5 മണിക്കൊന്നും എത്തൂല, ഒരു 7 മണിക്ക് എത്തിന്ന് പറയാൻ പറ്റുള്ളൂ. ഹംസോക്ക് നിങ്ങക്ക് ഒരുവിനെ മേടിക്കല്ലേ? 2 മേടിക്കണ്ടേ? അതാണ് ചെല്ലനോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ചെല്ലനോടാണ് ഇപ്പൊ ബുക്ക് ചെയ്തത്. സത്യത്തിൽ 2 നമ്മള് ചെർപ്പശ്ശേരി ടൗണിലെത്തി. നല്ല റോഡ് ഉണ്ടാകുമ്പോൾ 10% കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് പറയാം. അതെ അതെ, കാലാവസ്ഥ അങ്ങനെ കാലാവസ്ഥ ഒരുപാട് മാറ്റമുണ്ട്. പാലക്കാട് ജില്ലയിൽ കുറച്ചൊക്കെ റോഡ് ചെറുപ്പശ്ശേരി സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോ ചെർപ്പശ്ശേരി റോഡിന്റെ അവസ്ഥയാണിത്. സർക്കാരിനല്ല, 2ാം സർക്കാരിൽ ഒരു റോഡ് പണി മാത്രമാണ്. ഒരു റോഡ് പണി കണ്ടില്ലേ ഗൈസ്, ബോഡി ഭയങ്കരമായിട്ട് റോൾ ചെയ്യണേ. കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടാവുകൊണ്ട് റോഡ് പണി ആരും അറിയണില്ല. ഇതാണ് ചെർപ്പശ്ശേരി അങ്ങാടിന്റെ അവസ്ഥ. ഇതൊക്കും പറയാനൊന്നു ടൗണില് ഞാനിപ്പോ കുറച്ചങ്ങോട്ട് പാലക്കാട് റോഡുമ്പോ എത്തി. ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. അധികൃതർ ഇതൊന്ന് എന്താ പറയണ്ടേ, ശ്രദ്ധിക്കണം. കണ്ണ് തുറന്നൊന്ന് കാണുന്നത് അത്രയും മോശമായ ഒരു അവസ്ഥയാണ്. അതെ, പ്രത്യേകിച്ച് എനിക്ക് അലർജി ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് കണ്ടോ പൊടി പോണൊക്കെ ഗൈസ് കണ്ടോ. ഞാൻ പണ്ട് മസ്കറ്റിലാകുമ്പോ റോഡ് ഗൈസ് ഞങ്ങള് അടക്കപ്പഴം വാങ്ങിച്ചു. ഹംസോക്കോ അടക്കപ്പഴമൊക്കെ വാങ്ങിപ്പിച്ചാണ്. രണ്ടില്ല അടക്കപ്പഴം അടിപൊളിയായിരുന്നു. ഇവർക്ക് ആടിനെ കാണുന്നവരുടെ ഒന്നാണ്. നമ്മളെ നേർച്ചക്ക് വേണ്ടിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആന. ഗൈസ് നമ്മള് ആനനെ കണ്ടിട്ട് നമ്മളെ യാത്ര തുടരാണ്. നമ്മളിപ്പോ കോങ്ങാട് എത്താനായിട്ടുണ്ട്. ഗൈസ് നമ്മളിങ്ങനെ പാലക്കാട് ടൗണിലേക്ക് ഇങ്ങനെ കയറി കൊണ്ടിരിക്കാണ്. ഫുഡ് കഴിക്കാൻ അവിടെ എവിടെയോ KSRTC സ്റ്റാൻഡിന്റെ എവിടെയോ ഉണ്ട് എന്ന് കുഞ്ഞാനൊക്കെ പറഞ്ഞു. നമ്മളാവും തരണം ഇങ്ങനെ പോയി കൊണ്ടിരിക്കാം. ഗൈസ് അപ്പൊ നമ്മള് ടൗണിൽ പോയിട്ടൊന്നും കിട്ടിയില്ല. ആ ഷോപ്പ് അവിടെ നിന്ന് എടുത്ത് പോയിക്കണ്. അപ്പൊ ഞാൻ എന്തായാലും അടുത്ത് നമുക്ക് കൊല്ലംകോട് സൈഡിൽ തന്നെ പോവാന്ന് വിചാരിച്ച്. പോണ വഴിക്കെല്ലാം കണ്ടു കഴിഞ്ഞാല് കയറാം. പാലക്കാട് ടൗണിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗൈസ് അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ചെറിയൊരു ഷോപ്പ് തിരഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ചോറും ദോശ, റോസ്റ്റ്, പൊറോട്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതാണ് ചെറിയ സെറ്റപ്പാണ്, പക്ഷേ കണ്ടിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാവുമെന്ന് വിചാരിച്ചതുണ്ട്. നല്ല ലൈവ് പൊറോട്ട, അടിപൊളി പൊറോട്ടയാണ് ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ചോറ് കഴിക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സെറ്റാ? ബീഫും പൊറോട്ടയും അനസേ ഇഷ്ടപ്പെട്ടോ? കഴിച്ച് നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല എരിവായിരുന്നു. കഴിച്ച് ഇങ്ങനെ ഇറങ്ങാൻ പോവാൻ ഞാൻ. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അയാൾ ഫുഡൊക്കെ കഴിച്ചു. ഇതാ കൊല്ലംകോട്ടേക്ക് പോവാണ്. അടിപൊളി ഫുഡായിരുന്നു. ഭയങ്കര അതെ, ഇടിവെട്ടി ഇന്ദ്രജിത്ത് ഫുഡായിരുന്നു. ഊണും പൊറോട്ടയും ബീഫും ഓംലെറ്റും എല്ലാം അടിച്ച് കയറ്റി. മീനൊരു രക്ഷയുണ്ടായിരുന്നില്ല.
മീനപ്പം പിടിച്ച അപ്പം പിടിച്ചത് ഇതിനെ ഈ കടലിൽ പിടിച്ച് നമ്മുടെ ചേട്ടൻ്റെ ചായക്കടൻ്റെ അടുത്ത് വൈറലായിട്ടുള്ള ഒരു ചായക്കട അവിടെയാണ് ഇപ്പം നമ്മളുള്ളത്. എന്താണ് ആ ചായക്കട? ചെല്ലപ്പേട്ടൻ്റെ ചായക്കട. ചെല്ലപ്പേട്ടൻ്റെ ഇതാണ് ഞങ്ങൾ ടീം. ഞങ്ങൾ 5 പേരായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മളുള്ളത് കളത്തിലാണ്, പാലക്കാട് കൊല്ലങ്കോട്. സ്ഥലം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. കണ്ടില്ലേ കൊല്ലങ്കോട് മല, അതിന് മുകളിൽ ഫുള്ള് കണ്ടില്ലേ വെള്ളം ചാടി വരുന്നത്. നല്ല വൈബ് പ്ലേസ് അല്ലേ? നമ്മൾ ഏറെക്കുറെ സീതാർകുണ്ട് വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അങ്ങനെ ഓഫ് റോഡ് അടിച്ച് കയറിങ്ങോണ്ട് നിൽക്കുക. ടോയ്ലറ്റ് മധുവേട്ടൻ്റെ ചായ കട കോപ്പി അടിച്ച് കേട്ടത്. അപ്പോൾ ഗൈസ് ഇതാണ്, ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക. ഇനി ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്ന് മേലേക്ക് കയറണം. ഷെഫി കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് കയറാം? അങ്ങോട്ടാണോ? ആ വഴിക്കല്ലേ? ഓക്കെ, താങ്ക് യു. ഷെഫീക്കും ഇന്നലെ, അതായത് ഷെഫീക്ക് ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാനാക്കൂനും ഇങ്ങോട്ട് വരാൻ നല്ല ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഷെഫീക്കിനെ കൂട്ടിയിട്ട് പോകുന്നത്. ഇവിടുത്തെ ഈ കോഴി, ഇതൊക്കെ വിൽക്കാനുള്ള കോഴിയാണ് കേട്ടോ, അങ്കക്കോഴിയാണ്. ഇതാണ് ഗൈസ് സീതാർകുണ്ട് റിസോർട്ട്. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. ഇതുണ്ടല്ലേ കുന്ന് മല. ഇതിന് നേരെ അപ്പുറത്താണ് നെല്ലിയാമ്പതി. ഇന്ന് മഴ ഇല്ലാത്തതുകൊണ്ട് ഒരു വൈബില്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. സംഭവം നൈസാണ്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. നമ്മളെ സ്വിറ്റ്സർലാൻഡ് പോയ പോലെ തന്നെ അതുപോലെ വേറൊരു വെറൈറ്റി സ്പേസ്. അത് നമുക്ക് ഐസ്ക്രീം അല്ലല്ല അൻസാർ അല്ലേ? അൻസ് കൊടുക്കൂലേ ചേട്ടാ? ഒരു 5 സ്പാനിഷ് ഡിലൈറ്റ് കേട്ടോ. നമ്മളൊരു 5 സ്പാനിഷ് ഡിലൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അനസാണ് കണ്ടോ? അത് എങ്ങനെ വെച്ചാലും കയറൂടാ. അനസിന്റെ സാലറി കയറിയിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയാണ്? എത്ര ഏട്ടാ? ക്യാഷ് ഒന്നും അനസിന് ഒരു വിഷയമല്ല. ഇതാണ് സ്പാനിഷ് ഡിലൈറ്റ്. അടിപൊളിയാ, ഞാൻ നോക്കട്ടെ. സംഭവം നൈസാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട് അംസോക്കു? സെറ്റ്. അപ്പോൾ എല്ലാവരും സീതാർകുണ്ടിൽ വരുമ്പോൾ അവരുടെ സ്പാനിഷ് ഡിലൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഈ കുണ്ടാണ് ഗൈസ് സീതാർകുണ്ട്. സീതാർകുണ്ട്, ഇതാണ് സീതാർകുണ്ട് ഈ കാണുന്നത്. ഈ റെഡ് കാണുന്നത് കണ്ടില്ല? ഇത് ഇതിൻ്റെ അങ്ങോട്ട് മേലേക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റിൻ്റെ ആയിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴാണ് വരിക, ആക്രമിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്.
ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ചു വരാമെന്നുള്ളൊരു ലെവലിൽ. ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. നല്ലൊരു വൈബ് പ്ലേസാണ് കണ്ടില്ലേ, വെറൈറ്റി. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇവിടെ ഒന്നും വെള്ളമില്ല, പക്ഷെ അപ്പുറത്തേക്ക് വെള്ളമുണ്ട്. ഇവിടെ കുറേ ഫാമിലിയും കപ്പിൾസും ഒക്കെ ഉണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. മോഡൽസാണ് ഫോട്ടോഷൂട്ട്. ഓ നമ്മ കൂടെ കയറി കേസ് ഇറങ്ങിയോ അതേപോലെ തന്നെ ആയിരുന്നു. സംഭവം വൈബാണ്, ഒരു വെറൈറ്റി അഡ്വഞ്ചർ ഫീൽ. സംഭവം അടിപൊളിയല്ലേ ഷെഫീക്ക്? ഷെഫീക്ക് ഇന്നലെയും കൂടെ കൊണ്ട് വന്നിട്ടുള്ളൂ. ഇന്നലെ നാട്ടിൽ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങളെ, അവരെ കൂട്ടിക്കാണ്ട് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അയ്യാ ചറ അതെ അപ്പുറത്ത് പറഞ്ഞ് ചാടുണ്ട്. സംഭവടിപൊളിയാണ്, കണ്ടില്ല? ഒരു വെറൈറ്റി വെള്ളച്ചാട്ടം സീതാർകുണ്ട്. വെള്ളം കുറവായതുകൊണ്ട് വലിയ ഡേഞ്ചർ അല്ല. നമ്മൾ നേരത്തെ കാണിച്ച മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് എത്രയും ഫോഴ്സ്. താഴേക്കിറങ്ങാണ്, അവരൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ്. ആവു എന്ത് രസമാണ് അല്ലേ, വൈബ് ഏരിയ. അവരൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ നമ്മളെ ഗുണ കേവിൻ്റെ ഒക്കെ അവിടെ പോയൊരു ഫീലാണ്. ഇവരിവിടെ മീൻ ഇതാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, മീനിനെ കൊത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. സോറി, മീൻ കാലിൽ കൊത്തും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. കുറേ മീനുണ്ട് ഇവിടെ, വെറുതെ നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. എന്നാണ്ടല്ലേ ഇവരെ മീൻ കൊത്തിന് കാലിലൊക്കെ, ഇതിൻ്റെ കാലിലൊക്കെ മീൻ കൊത്തും. അടക്കല്ലേ അടക്കല്ലേ. നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തോർത്ത് മേടിച്ചില്ല, അപ്പോൾ തോർത്ത് താഴെ പോയിട്ട് മേടിച്ചു വന്നിട്ട് വേണം ഇറങ്ങാൻ. ഷെഫീക്ക് ഇവിടെ നിന്ന് ഹംസാക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ പോണെങ്കിൽ അടുത്ത് നമ്മൾ എവിടെ പോണേ? ഭയങ്കര സൗണ്ടാണ്, കേക്കുണ്ടോന്ന് അറിയില്ല. എന്നാലും നമ്മൾ പറയും നമ്മൾ ലുലുമാൾക്കാണ് പോണത്. സമയം നമ്മൾ പോകും. ബാക്കി ഓക്കെ ബൈ. അതെ, ഇവിടുത്തെ സ്ഥലത്തിന് എന്തെങ്കിലും ഡൗട്ട്, ഇങ്ങോട്ട് വരാൻ ഡൗട്ട് ഉണ്ട് ഷെഫീഖിന് ബന്ധപ്പെട്ടായി ആ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതാ സീതാർകുണ്ടിനോട് ടാറ്റ ബൈ ബൈ പറയാണ്. ഓക്കെ ബായ്. നമ്മളെ സീതാർകുണ്ടിലെ നീരാട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്കല്ല, ലുലുമാൾക്ക്. വണ്ടി കിടക്കുന്നത് താഴെയാണ്. ഇനി അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം ഇവിടെ 6 മണി വരെ ഉള്ളൂ ഇവിടെ ഓപ്പൺ. കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ആണ്. പിന്നെ വന്യമൃഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ മരത്തിൻ്റെ മുകളിലൊരു കൂട്. സംഭവം നല്ല നൈസായില്ലേ, സ്പൈഡർ വെബ് പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു. നൈസായി. ഇവിടെ കുറേ റിസോർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് അപ്പുറത്തായതുകൊണ്ട് നടന്നു പോവാം. ഇത് ഈ ഫാം നോക്കിയെടുത്തത് നമ്മളെ പൊന്നാനിയുള്ളൊരു ടീമാണ്. നേരത്തെ ഇവിടുന്ന് തോർത്ത് വാങ്ങാൻ പോയപ്പോൾ ചോദിച്ചാണ്. ഇതിനകത്ത് ഫുള്ള് മാവാണ്, നല്ല സേലം മാങ്ങ. മ്ലാവുണ്ടോ? മ്ലാവുണ്ട്. കുറേ മൃഗങ്ങൾ ഇവിടെ. വൈകിട്ടൊക്കെ മൃഗങ്ങൾ ഇറങ്ങൂത്രേ. ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണെന്നോ. 6 മണി വരെ പെർമിഷൻ ഉള്ളു. അത് കഴിഞ്ഞാൽ ക്ലോസ് ആണ്. നമ്മൾ 5:30
നമ്മൾ പോവാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട്. വീട് ഭയങ്കര അടിപൊളിയല്ലേ, നൈസ്. പാലക്കാടൻ സൗന്ദര്യമാണ് ഇത് അല്ലേ, നമ്മളെ വിനീത് ശ്രീനിവാസനൊക്കെ പറയണേ ആ ഒരു വൈബ് ഏരിയ ആണിത്. കൊല്ലങ്കോട് ഞങ്ങളെ പാലക്കാട് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഏരിയ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് അല്ലേ. അതെ, നമ്മളെ പാലക്കാട്ടുകാരായിട്ടേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഷെഫീഖ് വന്ന് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് നമ്മളും കാണാൻ വേണ്ടിയിട്ട് വന്നത്. നമ്മളെ വണ്ടി അംസമൊക്കെ ഇത് എവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ലുലുമാൾക്ക് പോകാനുള്ള ഒരു പ്ലാനിലാണ്. സമയമുണ്ടെങ്കിൽ അവിടെ കയറും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ, സ്ഥലത്തിനെ കുറിച്ചോ വേറെ എന്തിനെ കുറിച്ചൊക്കെ. ഇവിടെ കപ്പിൾസ് ഇറങ്ങിയുണ്ട്, അവർ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അതെ, നമ്മൾ ലുലുമാളിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. വെറും 4 മിനിറ്റ് ഉള്ളൂ. 1.7 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ നല്ല കലാവാണി ചേട്ടൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ വൈബ് അടിച്ച് പോവാണ്. ഗൈസ്, നമ്മളിതാ ലുലുമാളിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് പാലക്കാട് ലുലുമാൾ. ഇതൊക്കെ പഴയ ഫോണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പിയാനോ ഉണ്ട്. ഇതുണ്ടോ പിയാനോ നമ്മൾ ലുലു ഫാഷനിലാണുള്ളത്. ഞാൻ ബെർക്കൻ സ്റ്റോക്കിൻ്റെ ബ്രാൻഡ് ഉണ്ടോ ചോദിച്ചു, പക്ഷേ ഇല്ല. എനിക്ക് അതിൻ്റെ ഒരു ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ലുലു മാളിലെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്ത് പോവാണ്. അവിടെ വണ്ടി പാർക്കിങ്ങിനുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ലുലുമാളിൽ നിന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നാട്ടിൽ പോവാണ്. പാലക്കാട് ടൗണിൽ കൂടെ അങ്ങനെ പാലക്കാട് തൃശ്ശൂർ ഹൈവേ കൂടെ പോവാണ്. കുഴൽമന്നത്ത് നിന്ന് അങ്ങനെ ഒറ്റപ്പാലം വഴി പോകും. അപ്പോൾ ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടവർക്കൽ എല്ലാവർക്കും താങ്ക് യു. ഇനിയും ഇതുപോലെ വ്ളോഗ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ സജഷൻസോ ഫീഡ്ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.